സ്ഥിരീകരിച്ചതിൽ മന്ത്രി ഓഫീസിന് പാളി. നിപ്പയ്ക്ക് പിന്നാലെ കോളറ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ടും ആരോഗ്യവകുപ്പിൽ കനത്ത ആശയക്കുഴപ്പം. പാലക്കാട് കോളറ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ടാണ് പുതിയ ആശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചതായി ആദ്യം ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ഓഫീസ് അറിയിക്കുകയും മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിച്ചപ്പോഴും മന്ത്രി ഇതേ കാര്യം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ പാലക്കാട്ട് കോളറ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംശയം മാത്രമാണുള്ളതെന്നും വ്യക്തമാക്കി പാലക്കാട് DMO രംഗത്തെത്തിയതോടെയാണ് വൻ ആശയക്കുഴപ്പമുണ്ടായത്. DMOയുടെ ഔദ്യോഗിക വിശദീകരണത്തിന് പിന്നാലെ കോളറ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംശയാസ്പദമായ കേസുകൾ മാത്രമാണെന്നും വ്യക്തമാക്കി മന്ത്രിയുടെ ഓഫീസും തിരുത്തുവരുത്തി. KSRTC ബസ്സുകളിൽ സ്ത്രീ സൗജന്യ യാത്രയുടെ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു തുടങ്ങി. പ്രിയദർശിനി എന്ന പേരിലുള്ള സ്റ്റിക്കറാണ് ബസ്സിൽ പതിപ്പിക്കുന്നത്. സൗജന്യ യാത്രയുടെ ലോഗോ തയ്യാറാവാത്തതിനാൽ സ്റ്റിക്കറുകൾ മാത്രമാണ് തൽക്കാലം പതിക്കുന്നത്. സൗജന്യ യാത്രയുടെ ടിക്കറ്റിന്റെ മാതൃകയും പുറത്തു വന്നിട്ടുണ്ട്. പ്രിയദർശിനി എന്ന പേരിലാണ് ടിക്കറ്റുകൾ. 0 ടിക്കറ്റാണ് നൽകുക. ആദ്യമായി ടിക്കറ്റിൽ മലയാള ഭാഷയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടു. ഡ്രൈവർ യദുവിന് നിയമനം നൽകി സർക്കാർ. നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവറായാണ് നിയമിച്ചത്. ജോലിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ യദു രംഗത്തെത്തിയിരുന്നു. അന്നത്തെ ഗതാഗത മന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നും കാറിനെ ഇടിക്കാൻ ശ്രമിച്ചെന്നും ആരോപിച്ച് നടു റോഡിൽ തർക്കമുണ്ടാവുകയായിരുന്നു. പ്ലാമൂട് വെച്ച് ബസ് ആദ്യം കാറിനെ ഇടിക്കുന്ന രീതിയിൽ അപകടകരമായി ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമായിരുന്നു മേയറുടെ പരാതി. ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ യദുവിനെതിരെ കേസെടുത്തിരുന്നു. നേരത്തെ യദു പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതിയെ സമീപിച്ചതോടെയാണ് മേയർക്കും ഭർത്താവിനുമെതിരെ കേസെടുത്തത്. മുഖ്യമന്ത്രിയുടെ സ്വദേശത്തെ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വീട്ടുപരിസരത്ത് പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് ഉടനടി വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സ്നേക് റെസ്ക്യൂ സംഘം പാമ്പിനെ സുരക്ഷിതമായി പിടികൂടുകയായിരുന്നു. പിടികൂടിയ മൂർഖൻ പാമ്പിനെ പിന്നീട് വനം വകുപ്പ് അധികൃതർക്ക് കൈമാറി. KPCC പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കുക ലക്ഷ്യം. നിർണായക നീക്കവുമായി കൊടിക്കുന്നിൽ. സണ്ണി ജോസഫ് മന്ത്രിയായതോടെ പുതിയ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിന് കൂടുതൽ സാധ്യത. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി VD സതീശന്റെയും പിന്തുണ കൊടിക്കുന്നിൽ ഇതിനകം ഉറപ്പിച്ചതായാണ് വിവരം. അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ ദലിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ KPCC പ്രസിഡന്റാകും കൊടിക്കുന്നിൽ. എല്ലാ വിഭാഗങ്ങളെയും പിന്തുണ ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് വിവിധ മതനേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ് കൊടിക്കുന്നിൽ. എല്ലാവരുടെയും സ്വീകാര്യത തനിക്കുണ്ടെന്ന് ഹൈക്കമാൻഡെ അറിയിക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. കോഴിക്കോടിനും തിരുവനന്തപുരത്തിനും പിന്നാലെ തൃശൂർ ജില്ലയിലും ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. വടക്കാഞ്ചേരി മംഗലം സ്വദേശികളായ 2 കുട്ടികൾക്കാണ് രോഗം കണ്ടെത്തിയത്. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുട്ടികളെ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രദേശത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഇന്നലെ മാത്രം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 18 പേർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടു. KB പ്രദീപ് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ സ്ഥാനമൊഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് വിവാദമായ പശ്ചാത്തലത്തിൽ സ്ഥാനമൊഴിഞ്ഞ് KB പ്രദീപിനോട് സ്ഥാനമൊഴിയാൻ മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് രാജി. ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശുന്ന ജോലി കരാറെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകനാണ് KB പ്രദീപ്. ഇദ്ദേഹത്തെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതാണ് വിവാദമായത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണി കോൾ വിളിച്ച പ്രതി പിടിയിൽ. ആറ്റിങ്ങൽ സ്വദേശി സോണി തോമസ് ആണ് പിടിയിലായത്. മദ്യലഹരിയിലാണ് ഇയാൾ കോൾ വിളിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടോൺമെന്റ് പോലീസാണ് സോണി തോമസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് 2 തവണ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ഭീഷണി മുഴക്കിയത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊല്ലുമെന്നും അതുവഴി പ്രശസ്തനാകുക എന്നാണ് തന്റെ തീരുമാനമെന്നായിരുന്നു സോണി ഫോണിലൂടെ പറഞ്ഞത്. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കാറുള്ള വ്യക്തിയാണ് ഇയാളെന്നും പോലീസ് പറയുന്നു. ഇയാൾക്കെതിരെ നേരത്തെയും കേസുകളുണ്ട്. സോണിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച് വിദേശ വനിത. അബുദാബിയിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന മലയാളി യുവാവ് ചതിച്ചതിനെ തുടർന്ന് ശ്രീലങ്കൻ സ്വദേശിനിയായ വിദേശ വനിത തിരുവനന്തപുരത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു. അമിത അളവിൽ പാരസെറ്റമോൾ ഗുളികകൾ കഴിച്ച് അവശനിലയിലായ യുവതിയെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശിയായ യുവാവിനെ തേടിയാണ് യുവതി തലസ്ഥാനത്തെത്തിയത്. യുവാവിനെ അന്വേഷിച്ച മുമ്പും 2 തവണ യുവതി തിരുവനന്തപുരത്തെത്തിയിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യുവതിയുടെ ഗർഭഛിദ്രം നടത്തുകയും പിന്നാലെ താൻ അബുദാബിയിലേക്ക് മടങ്ങിയെത്താമെന്ന് വിശ്വസിപ്പിച്ച്
യുവാവും കുടുംബവും ചേർന്ന് യുവതിയെ നാട്ടിലേക്ക് മടക്കി അയക്കുകയുമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി മുരാരി ബാബു അന്തരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ വി മുരാരി ബാബു അന്തരിച്ചു. അർബുദ രോഗബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും ഒന്നിച്ച് അറസ്റ്റിലായ മുരാരി ബാബു 90 ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ചിരുന്നു. 90 ദിവസം കഴിഞ്ഞിട്ട് SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ പിന്നീട് മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു.